ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 12/5/2024, 13/5/2024. എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ കയറിയതിൻ്റെ റെക്കോർഡ് തകർത്ത് ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? കാമി റീത്ത ഷെർപ്പ 29 തവണ. റഷ്യയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായത് മിഖായേൽ മിഷുസ്റ്റിൻ. പാകിസ്ഥാൻ അതിർത്തിയിലെ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ കരസേനയ്ക്ക് വേണ്ടി ആഭ്യന്തരമായി നിർമ്മിച്ച ഡ്രോൺ ഹെർമീസ് 900 സ്റ്റാർലൈനർ ദൃഷ്ടി 10. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായി സൂര്യനിൽ നടന്ന പ്രതിഭാസം കൊറോണൽ മാസ് ഇജക്ഷൻ. എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവചരിത്ര സിനിമ ടെൻസിംഗ്. കമുകറ ഫൗണ്ടേഷന്റെ കമുകറ പുരസ്കാരം 2024 അർഹനായത് ജെറി അമൽദേവ്. MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 8ാമത് MK സാനു ഗുരുപ്രസാദ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ S സോമനാഥ്. കേന്ദ്ര സർക്കാർ ഫെയിം സ്കീമിന്റെ ഉദ്ദേശം ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രചരണം. ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2023 മികച്ച നടൻ ബിജു മേനോൻ വിജയരാഘവൻ. മികച്ച നടി ശിവദ സറിൻ ഷിഹാബ്. ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2023 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2023 മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി. ഗോൾഡൻ വിസയ്ക്ക് സമാനമായി 10 വർഷം സാധുതയുള്ള ഗെയിമിംഗ് വിസ അവതരിപ്പിച്ചത് ദുബായ്. പുതിയ കണക്കുകൾ പ്രകാരം അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം ചൈന. DRDC ഗ്ലോബൽ ഭാരതീയ ഭാഷാ ഗ്രന്ഥങ്ങൾക്കായി ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ടാഗോർ പുരസ്കാരത്തിന് അർഹയായത് അഞ്ജലി രാജീവ്. അന്താരാഷ്ട്ര സസ്യാരോഗ്യ ദിനം മെയ് 12. 2024 മെയ്യിൽ അന്തരിച്ച ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച വ്യക്തി റിച്ചാർഡ് സ്ലെമാൻ. ഒരാളുടെ മരണശേഷം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളിൽ നിരോധിച്ച പുഷ്പം അരളി പുഷ്പം. 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. പാം ഓയിൽ വാങ്ങുന്ന പ്രമുഖ വ്യാപാര പങ്കാളികളായ രാജ്യങ്ങൾക്ക് ഒറങ്കൂട്ടാനുകളെ സമ്മാനമായി നൽകാൻ തീരുമാനിച്ച രാജ്യം മലേഷ്യ. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ ശക്തി 7ാം പതിപ്പിന്റെ വേദിയാകുന്നത് മേഘാലയ. താങ്ക്സ്
Thanks for watching. Please like and subscribe.